എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 31ാമത്തെ ഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ നമുക്ക് ഹെയർ പാക്ക് അല്ല ഉള്ളത്, നമുക്കിന്നൊന്ന് ഡീപ്പ് ഓയിലിംഗ് ആണുള്ളത്. അപ്പം ഈ ഒരു എണ്ണ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു 1 മന്തൊക്കെ ആയിട്ടുണ്ടാകും ഞാനിത് തയ്യാറാക്കി വെച്ചിട്ട്. ഇപ്പോഴാണത് പാകമായിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ പുതിയ ഹെയർ ഓയിൽ എടുത്തു. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഉണ്ടാക്കി വെച്ചത് ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ആ ഒരു എണ്ണയുടെ ഫുള്ളൊരു സത്ത് ഇതിനകത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. എണ്ണയുടെ അല്ല, ഇതിനകത്തേക്ക് ചേർത്ത സാധനങ്ങളുടെയൊക്കെ ആ ഒരു സത്ത് ഫുള്ളായിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങി എണ്ണ അങ്ങനെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഇപ്പോൾ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അപ്പം ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വളരെ സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു മണമാണ് കേട്ടോ. എനിക്കത് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു എന്തോ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു മണത്തിനോട്. പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് നല്ലതാണ് കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഹെയർ ഓയിലാണ്. മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ കുഞ്ഞിപ്പെണ്ണും കൂടി ഉണ്ട് എൻ്റെ കൂടെ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. മുറ്റത്തുനിന്ന് പല പല സാധനങ്ങളൊക്കെ പറക്കണുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തൊരു തോർന്ന് നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഷാമ്പൂ വാഷും കാര്യങ്ങൾക്കും എല്ലാം നല്ല തകർത്ത മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം എല്ലാ തവണയും കാണിക്കണ പോലെ തന്നെ ഒരു കുഞ്ഞൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം നല്ലോണം നമുക്കിന്ന് ഹെയർ ഓയിൽ ചെയ്യണം. ബാക്കി എല്ലാ ഡേയിലും നമ്മൾ വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലേക്കാണെങ്കിലും മുടിയുടെ ലെങ്ത്തിലേക്കാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഈ ഒരു ഡേയിൽ ലാസ്റ്റ് ഒരു വീക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആകുന്ന ഡേയിൽ നമുക്ക് അത്യാവശ്യം നല്ലോണം ഹെയർ ഓയിൽ എടുക്കാം. എന്നിട്ടത് നമ്മുടെ തലക്കുളിർക്കെ നമ്മുടെ സ്കാൽപ്പിലേക്ക് മുടിയുടെ ലെങ്ത്തിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവസാനം നമ്മൾ ഷാമ്പൂ ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഡേയിൽ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം എൻ്റെ മുടിയുടെ ലെങ്തിനും ആ ഒരു തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് അത്യാവശ്യം ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടത് സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സീനറിയും കൂടെ ആൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ വരുവാണെങ്കിൽ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ടിട്ട് വീഡിയോയിൽ കുറച്ചൊന്ന് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിരുന്ന് തകർത്ത് നന്നായിട്ട് സ്കാൽപ്പ് ഫുള്ളായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം മുടിയുടെ ലെങ്തിലേക്കും കൂടി ഇനി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരുന്നൊരു ചെയ്യണ ഒരു പരിപാടിയാണ്. ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ വീഡിയോ ഒത്തിരി ആയി പോകുമ്പോഴത്തേക്കും നന്നായിട്ട് ഫാസ്റ്റാക്കിയാണ് കൂടുതലും വീഡിയോസിൽ കാണിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് സ്ലോ മോഷൻ കിടന്നിട്ടെന്ന് വെച്ച് ആ ഒരു ഇതിൽ തന്നെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ഇങ്ങനെ തന്നെ നമ്മുടെ ഓയിൽ ചെയ്തിട്ട് മുടി അങ്ങനെ തന്നെ കെട്ടി വെച്ചേക്കും. അതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം ഷാമ്പു വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാമ്പു ആയിട്ട് നിങ്ങൾക്ക് ഏത് ഷാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടുതലും നാച്ചുറൽ താളികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഷിക്കാക്കായ് പൗഡർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ ഉലുവയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എടുക്കുന്ന ഒരു ഷാമ്പു, നാച്ചുറൽ ഷാമ്പു എന്നും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസ് അതിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കയറി കണ്ടു നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.